ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പദങ്ങളൊക്കെ വാസ്തവത്തിൽ മറ്റു സമുദായക്കാരിൽ നിന്നും കടം വന്നിട്ടുള്ള മലയാള വാക്കുകളാണ്. ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തെ ധ്വനിപ്പിക്കുന്ന വാക്കുകളല്ല. അത് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നെത്തിയ വാക്കാണ്, ബൈബിളിന്റെ വാക്കാണ്. ഭാര്യ ഭർത്താവ്, ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനും. നോക്കൂ നിങ്ങൾ, നിക്കാഹ് എന്നറിയുന്നിടത്ത് ഖുർആൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്കഹതുക എന്നോ ദവ്വജുതുക എന്നോ പറയാൻ ഞാൻ നിക്കാഹ് സാധുവാകൂല. രണ്ടാലൊന്നേ പറ്റൂ. ദവ്വജുതുക എന്നോ അങ്കഹതുക. വേറെ മൂന്നാമതൊരു പദം പറ്റില്ല. ഈ രണ്ട് പദവും എങ്ങനെയാ? മരത്തിന്റെ ചില്ലകൾ തമ്മിൽ കൂടുന്നത് പോലെ ഈ ആകർഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇണയെ നിന്നിലേക്ക് കൂട്ടിത്തൊന്നു തന്നെയാണ്. ദവ്വജുതുക എന്ന് പറഞ്ഞാൽ ശരിക്കും ഇണയാക്കി തൊന്നു തന്നെയാണ്. സൗജൈൻ, ഇണകൾ, ഇണയും തുണയും. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ഇണയും തുണയും. ഇണ പുരുഷനാണെങ്കിൽ തുണ പെണ്ണാണ്, പെണ്ണാണ് ഇണയെങ്കിൽ തുണ ആണാണ്. ഈ രീതിയിലാണ് ഇസ്ലാം വിഭാവന ചെയ്യുന്നത്. നിക്കാഹ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ. തനാക്കഹത്തിൽ അശ്ജാറു, മരങ്ങൾ തമ്മിൽ കൂടി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കൂടുന്നത്? അവ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയാണ്. ഇങ്ങനെ കൂട്ടിത്തന്നു എന്ന പദമാണ് അങ്കഹതുക. ഈ രണ്ടാലൊരു പദമാണ് നിക്കാഹ്. ഭാര്യ ഭർത്താവ് എന്ന് പറയുന്ന പദങ്ങളൊക്കെ വാസ്തവത്തിൽ മറ്റു സമുദായക്കാരിൽ നിന്നും കടം വന്നിട്ടുള്ള മലയാള വാക്കുകളാണ്. ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തെ ധ്വനിപ്പിക്കുന്ന വാക്കുകളല്ല. അത് ക്രിസ്ത്യാനികളിൽ നിന്ന് വന്നെത്തിയ വാക്കാണ്, ബൈബിളിന്റെ വാക്കാണ്. ഭാര്യ ഭർത്താവ്, ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനും. അങ്ങനെ ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവളുമായി ആണും പെണ്ണും നിൽക്കുന്ന വാക്കാണ് നമുക്കിടയിൽ പ്രചാരം, എല്ലാവർക്കിടയിലും പ്രചാരം. ഇന്നത് പറ്റില്ലെങ്കിൽ ഉപയോഗം അങ്ങനെയുള്ള നമ്മൾ ഇതുവരെ ഉപയോഗിച്ചു വന്നത്. ഈ ഭാര്യ ഭർത്താവ് എന്ന പ്രയോഗം വാസ്തവത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാം സൗജൈൻ എന്നാ പറയുന്നത്. ഇണകൾ ഇണയാക്കി കൊടുത്തു എന്നാ പറയുന്നത്. ഈ ഇണയാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഇടപാടിനനുസരിച്ചുള്ള ഇസ്ലാമിന്റെ ഈ മേന്മയും, ഇസ്ലാം അതനുസരിച്ചു തന്നെയാണ് രണ്ടു പേർക്കും നിക്കാഹോടുകൂടി വരുന്ന ബന്ധങ്ങളെയും അവർക്ക് വരുന്ന ബാധ്യതകളെയും ചുമതലകളെയും വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നതും അർത്ഥം തന്നെയാണ്.